അപ്പോൾ സുഹൃത്തുക്കളെ, ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സമനിലയുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഇന്ന് നടന്ന മത്സരത്തിൽ 1-1 ബ്ലാസ്റ്റേഴ്സ് സമനിലയുമായിട്ട് പിരിഞ്ഞത്. നേരത്തെ ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സമനില നമുക്ക് നിരാശ നൽകുമായിരുന്നു. എന്നാൽ ഈ സീസണിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. തോൽവിയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. എന്നാൽ 88-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയതെന്നറിയുമ്പോൾ ചെറിയൊരു ഇത്. എന്നാൽ 41-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഓൺ ഗോളിലൂടെയാണ് ലീഡ് എടുക്കാനായത്. അതൊരു ഓൺ ഗോളിലൂടെ ആയിരുന്നെങ്കിലും ഒരു ഫ്രീ കിക്കിൽ നിന്നും വന്ന ഒരു ഓൺ ഗോൾ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. ഐഡിയപരമായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ബ്ലാസ്റ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഫ്രീ കിക്ക്. ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നേരെ പോസ്റ്റിലേക്ക് അടിച്ചു വിടുന്നു, ആ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് ക്രിയേറ്റീവായിട്ട് ഒരു ഫ്രീ കിക്ക് എടുത്തു. അവസാനം ഫാളു ഇന്ത്യയുടെ കിടിലൊരു ബൈസൈക്കിൾ കിക്ക്, അത് നോർത്ത് ഈസ്റ്റ് താരത്തിന്റെ ദേഹത്ത് തട്ടി വലയിലേക്ക് കയറുകയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഈ ISLലെ ഏറ്റവും മികച്ച ഗോൾ ഫാളുവിന്റെ പേരിൽ ചിലപ്പോൾ കുറിക്കപ്പെട്ടാനെ. ആൻഡ്രി റോഡ്രിഗസിന്റെ ദേഹത്ത് തട്ടിയാണ് ബോൾ വലയിലേക്ക് കയറിയത്. പിന്നീട് കെവിൻ യോക്കിന് ഒരു സുവർണ അവസരം കിട്ടി. ഒറ്റയ്ക്ക് മുന്നേറി ഗോളി മാത്രം മുന്നിൽ നിൽക്കി അദ്ദേഹം അടിച്ച പന്ത് പോസ്റ്റിൽ തട്ടി മടങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ മറുവശത്തും ഇതേപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഒരു മുന്നേറ്റം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളി അർഷ അത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. 88-ാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി കിട്ടുന്നത്. ലാലൻസുല ലാൽബിയക്നിയാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഗോൾ നേടിയത്. അർഷ മുന്നോട്ട് വന്ന് ഹെഡ് ചെയ്ത് അകറ്റിയ ഒരു പന്ത് നേരെ നോർത്ത് ഈസ്റ്റ് താരത്തിനാണ് കിട്ടുന്നത്. അദ്ദേഹം അടിച്ച പന്ത് നേരെ ക്രോസ് ബാറിൽ തട്ടി മടങ്ങുന്നു. അത് നേരെ വന്ന് വീഴുന്നത് ലാൽബിയക്നിയയുടെ മുന്നിലേക്കാണ്. ലാൽബിയക്നിയയ്ക്ക് അത് പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് 1-1 സമനില വഴങ്ങി. അവസാനം ഒരു ഗോളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. നോർത്ത് ഈസ്റ്റിന്റെ ഒരു കോർണറിൽ നിന്നും വന്ന ഒരു ബോള് ബ്ലാസ്റ്റേഴ്സ് താരം ഹെഡ് ചെയ്ത് അകറ്റാൻ നോക്കിയത് പോസ്റ്റിൽ തട്ടി പുറത്തു പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. അപ്പോൾ 43% ബോൾ പൊസിഷനാണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. 57% നോർത്ത് ഈസ്റ്റിന് ഉണ്ടായിരുന്നു. 8 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സും 14 ഷോട്ടുകൾ നോർത്ത് ഈസ്റ്റും അടിച്ചപ്പോൾ ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ 1 നോർത്ത് ഈസ്റ്റിന്റെ 2 ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് 13-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 9 കളികളിൽ നിന്ന് ഒരു ജയവും 2 സമനിലയും 6 തോൽവിയും അടക്കം 5 പോയിന്റാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 8 കളിയിൽ നിന്ന് 7 പോയിന്റുമായിട്ട് 10-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്.